നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യമില്ല എങ്കിൽ, അതിനുള്ള സമയമില്ല എങ്കിൽ, കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി സമയം കൊടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണേണ്ടതില്ല. യഥാർത്ഥത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന സമയം തൊട്ട് വീണ്ടും പ്രശ്നങ്ങൾ, യഥാർത്ഥ പ്രശ്നങ്ങൾ കയറി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ്, നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങളുടെ കയ്യിൽ കാശില്ല. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരോട് ചോദിച്ചാലും അന്ന് നിങ്ങളുടെ കൂടെ ആരും നിൽക്കുകയില്ല. ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞ മെയിൻസ് പരീക്ഷ ആരംഭിക്കുകയാണ്. ഞാൻ ഒരു ബ്ലൂ പ്രിന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. 70 ദിവസം ഇനി നമ്മുടെ മുൻപിലുണ്ട്. ഈ 70 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുക? 70 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. 70 മാർക്ക് എന്ന് പറഞ്ഞാൽ റാങ്ക് അടിക്കുന്ന മാർക്കാണ്. പ്രിലിംസ് പോലെ ജസ്റ്റ് ക്ലിയർ ചെയ്താൽ പോരാ, റാങ്ക് അടിച്ച് ആദ്യ റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം, ജോലി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ്. തുടക്കം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യമില്ല എങ്കിൽ, അതിനുള്ള സമയമില്ല എങ്കിൽ, കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി സമയം കൊടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണേണ്ടതില്ല. നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ആവശ്യമില്ല എങ്കിൽ, അതിനുള്ള സമയമില്ല എങ്കിൽ, കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി സമയം കൊടുക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണേണ്ടതില്ല. നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടും. പകരം സ്കിപ്പ് ചെയ്തേക്കുക. അങ്ങനെയല്ല, അവസാനം വരെ കാണണമെന്നുണ്ട് എങ്കിൽ, പ്രോപ്പറായിട്ട് പഠിച്ചു പോകണം, സമയം അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മക്കളെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഡിഗ്രി മെയിൻസ് എക്സാമിനേഷൻസ് എഴുതി നേടിയ ആ ഒരു അനുഭവത്തിൽ നിന്ന് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു തരാം. മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാം എഴുതാനായിട്ട് അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ഈ പഠിക്കണം എന്ന് തീരുമാനമെടുത്ത് പഠിച്ചു തുടങ്ങുമ്പോഴാണ്. ഒരു സംശയം വേണ്ട. നാളെ മുതൽ നോക്കിക്കോ, ഒരുപാട് പ്രശ്നങ്ങൾ, ഇന്ന് വരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ കയറി വരും. അപ്പൊ നിങ്ങൾ പ്രശ്നങ്ങളുടെ പിറകെ പോകണം അതോ ജോലി നേടണം? ഈ രണ്ട് ചിന്തകൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കളെ, ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാൻ ഈ 70 ദിവസം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ പ്രയോറിറ്റികൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഞാൻ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, മാറ്റിവെക്കേണ്ടത്? ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കയറി വരും. ഉദാഹരണമായിട്ട് വീട്ടിൽ അപ്പനോ അമ്മയ്ക്കോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഒരിക്കലും ഒഴിച്ചു മാറ്റി വെക്കാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ പുറകെ പോയേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ ചെയ്യണം. അതൊന്നും മാറ്റിവെച്ച് കാര്യങ്ങൾ പോകരുതെന്നല്ല, അതൊക്കെ ചെയ്യണം, അതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളാണ്. പക്ഷേ കൂട്ടുകാരോടൊത്ത് സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ചുമ്മാതെ റീല് തോണ്ടിയിരിക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാറ്റിവെക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നിങ്ങളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു, സെക്കൻഡ് പ്രയോറിറ്റിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, അങ്ങനെ ഓരോ ദിവസങ്ങൾ പഠനം ഇങ്ങനെ മാറിപ്പോയി. യഥാർത്ഥത്തിൽ പഠിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന സമയം തൊട്ട് വീണ്ടും പ്രശ്നങ്ങൾ, യഥാർത്ഥ പ്രശ്നങ്ങൾ കയറി വരും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും, സ്കിപ്പ് ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാജയപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്യും, നിങ്ങൾ എന്താണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ഇപ്പോൾ വേണ്ടത്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മാറ്റിവെക്ക്. ഇതൊക്കെ പിന്നെ വന്നോളും. പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വന്നാൽ പിന്നെ ഇതൊക്കെ വന്നോളും. പൈസ അല്ല ജോലി കിട്ടാനുള്ള മാനദണ്ഡം. പക്ഷേ പൈസ കയ്യിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ന് മാറ്റിവെക്കുന്നതെല്ലാം പിന്നീട് തിരിച്ചു വരും. ഒരു സംശയം വേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാണ്, നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, നിങ്ങളുടെ കയ്യിൽ കാശില്ല. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ആരോട് ചോദിച്ചാലും അന്ന് നിങ്ങളുടെ കൂടെ ആരും നിൽക്കുകയില്ല. ആ പൈസ ഉണ്ടെങ്കിലും ആരും തരത്തില്ലട. അന്ന് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ആ ഒറ്റയ്ക്ക് നിങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇന്ന് ഈ നിമിഷം തൊട്ട് നിങ്ങൾ ഓടിത്തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സേഫ് ആക്കുക. അതിനുശേഷം നിങ്ങൾ ആരുടെ കാര്യത്തിന് വേണ്ടി പൊക്കോ, ഒരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റികൾ ആദ്യം സെറ്റ് ചെയ്യും. രണ്ടാമത് നിങ്ങൾക്ക് ഒരു ടു ഡു ലിസ്റ്റ് വേണം. ഓരോ ദിവസവും ഓരോ സമയത്തും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, രാവിലെ എഴുന്നേൽക്കുന്ന എപ്പോഴാണ്, ചായ കുടിക്കാൻ പോകുന്ന എപ്പോഴാണ്, ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ്, പഠിക്കുന്ന എപ്പോഴാണ്, നിങ്ങൾ എഴുതി വെക്കുക. രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. 10 മുതൽ 11 വരെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ആണ്. അതിനുശേഷം വൈകുന്നേരം റിവിഷനാണ്, ഇതിനിടയ്ക്ക് മോക്ക് എക്സാം ആണ്. കൃത്യമായി ഓരോ ദിവസവും എന്താ ചെയ്യുന്നത് എന്നുള്ളത് എഴുതി വെക്കുക. 70 ദിവസവും ഇങ്ങനെ തന്നെ പോകും. ഉറപ്പായിട്ടും മാറ്റം കാണും. ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് വേണം. ഈ ടു ഡു ലിസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി ചെയ്യുമ്പം സബ്ജക്റ്റുകളെയും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് ചില ടോപ്പിക്കുകൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഞാൻ എൻ്റെ സിലബസ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ഹിസ്റ്ററി പ്രിലിംസിനുണ്ടായിരുന്നു അല്ലേ, അത് മെയിൻസിനും ഉണ്ട്.
ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ സിലബസ് ആണ്. ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. രണ്ടിലും 5 മാർക്ക് വെച്ചുണ്ട്. ജോഗ്രഫി നിങ്ങൾ പ്രിലിംസിൽ പഠിച്ചതാണ്, മെയിൻസിൽ 2 പരീക്ഷയ്ക്കുമുണ്ട്. എക്കണോമിക്സ് പ്രിലിംസിൽ പഠിച്ചതാണ്, 2 ടോപ്പിക്കിലുമുണ്ട്. അതേപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതാണ് പ്രിലിംസിന്, 2ലുമുണ്ട്. നോക്കിയേ കേരള ഗവേണൻസ്, ഇത് മാത്രമേ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്ക് വരുന്നുള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെ പുതിയ ടോപ്പിക്കുകളാണ്, പ്രിലിംസിനില്ല, പക്ഷേ 2ലും കോമൺ ആണ്. അതേപോലെ ആർട്സ് ലിറ്ററേച്ചർ ഓൾറെഡി പഠിച്ചതാണ്. ബേസിക് കമ്പ്യൂട്ടർ ഓൾറെഡി പഠിച്ചതാണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഓൾറെഡി ഉള്ളതാണ്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഓൾറെഡി ഉള്ളതാണ്. മൊത്തത്തിൽ നോക്കിയാൽ വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ പുതിയതായി നിങ്ങൾ പഠിക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഈ പഠിച്ച ടോപ്പിക്കുകൾ വീണ്ടും 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 പഠിക്കാൻ ഇരുന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര സമയം നിങ്ങളുടെ വെറുതെ പോകും. അതുകൊണ്ട് സബ്ജക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾ പ്രിലിംസിൽ പഠിച്ച് സെറ്റാക്കി മാറ്റി വെച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ അത് റിവിഷന് വേണ്ടി മാത്രം സമയം വിടണം. പ്രോപ്പർ റിവിഷന് വേണ്ടി മാത്രം സമയം വിടണം. ബാക്കി എല്ലാ സമയവും നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടിടുക. ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ചുമ്മാതെ പഠിച്ച് സ്റ്റഡി എന്നുള്ള കാര്യം മാത്രം ചെയ്തു പോയാൽ മക്കളെ നിങ്ങൾ പരാജയപ്പെടും. ഒരു സംശയവും വേണ്ട. സൂപ്പർ നോട്ട്സ് റിസൾട്ട് ഉണ്ടാക്കിയത് ചുമ്മാതല്ല, അവിടെ കൃത്യമായ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് പഠിക്കുകയും വേണം, അതിനോടൊപ്പം തന്നെ നിങ്ങൾ റിവിഷനും ചെയ്യണം, അതിനോടൊപ്പം തന്നെ നിങ്ങൾ മോക്ക് എക്സാം ചെയ്യണം. ഇത് മൂന്നും ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്തോ. ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയും. ട്രയാങ്കിൾ മെത്തേഡ്, അതായത് നിങ്ങൾ പഠിക്കാൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ കയറി വരും. 2 റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കയറി വരും. 3 മോക്ക് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കയറി വരും. ഇത് 3ഉം കൂടി ചേരുമ്പോഴാണ് പഠനം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റുക. ഇതിൽ ഒരെണ്ണം പോലും ഒരു ദിവസം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതിനുള്ളിലുള്ളവർ മാത്രമേ, ഈ സ്റ്റഡി സർക്കിളിനുള്ളിലുള്ളവർ മാത്രമേ യഥാർത്ഥ കോമ്പറ്റീഷനിലുള്ളൂ. ബാക്കിയുള്ളവർ ആരും യഥാർത്ഥത്തിൽ പഠിക്കുന്നില്ല, ചുമ്മാതെ സമയം കളയുക. നിങ്ങളും അങ്ങനെയാണെങ്കിൽ വെറുതെ സമയം കളയുക. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ മക്കളെ, ചുമ്മാ സമയം കളയുക. നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. പകരം എന്ത് ചെയ്യും, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആവും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോവുക. സ്റ്റഡി, റിവിഷൻ, മോക്ക്, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അപ്പം ഇതുണ്ട് എന്ന് എല്ലാ ദിവസവും നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻസിയാണ്. പലർക്കും സംഭവിക്കുന്നത് ആമയുടെ മുയലിനെയും കഥയിലെ മുയലിൻ്റെ അവസ്ഥയാണ്. ഭൂരിഭാഗം പേർക്കും സംഭവിക്കുന്നതാണ്. എന്താ കഥ? ആമ മുയലും കൂടി ഒരു ഓട്ട മത്സരം വെച്ചു. ഓട്ടം ആരംഭിച്ചപ്പോൾ തന്നെ ആമയെ പിന്തള്ളി മുയൽ അങ്ങ് ചെന്നു, ഒരുപാട് ദൂരം ചെന്നു. ഫിനിഷിംഗ് ലൈനിന് മുമ്പിലെത്തി ആമയെ മുയൽ തിരിഞ്ഞു നോക്കിയ സമയത്ത് മുയലിന് മനസ്സിലായി ആമ ഏറെ പിന്നിലാണ്. ആ മണ്ടൻ ചെറുകെ നടന്നങ്ങ് വരത്തേയുള്ളൂ, ഞാനിവിടെ ഒന്ന് വിശ്രമിക്കാം. അങ്ങനെ മുയൽ വിശ്രമിക്കാൻ വീഴും. ആദ്യ വിശ്രമം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ്ടും ആമയങ്ങ് പുറകിലാണ്. പതിയെ വരുന്നതേ ഉള്ളൂ. ശരി, ഞാൻ ഒന്നുകൂടി വിശ്രമിക്കാം. ആ വിശ്രമവും കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോ ആമ അങ്ങ് ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞു. അവന്റെ നടത്തം നിർത്തിയില്ല. അവൻ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യം ഓടിത്തുടങ്ങിയവൻ, ആവേശം കാണിച്ചവൻ, അമിത ആത്മവിശ്വാസം കാണിച്ചവൻ പാതി വഴിയിൽ നിന്ന് പരാജയപ്പെട്ടു പോയി. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. മക്കളെ, തുടങ്ങുന്ന ആവേശം അവസാനം വരെ കൊണ്ടുപോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളൊന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങളൊന്ന് കണ്ണടച്ചേ. എന്നിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആദ്യം നിങ്ങളുടെ പേര് കിടക്കുന്നൊന്ന് കണ്ടേ. നിങ്ങളൊന്ന് മറ്റേ അപ്പോയിൻമെന്റ് ലെറ്റർ കയ്യിലോട്ട് വാങ്ങുന്നൊന്ന് കണ്ടേ. ഒരു ജോലി നേടി ആ ഓഫീസിലേക്ക്, KSF പോയി നിങ്ങളുടെ സീറ്റിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടേ. എത്ര മനോഹരമാണ്, എത്ര സന്തോഷം തരുന്നതാണ്. ആ സന്തോഷത്തിന് വേണ്ടി ഒന്ന് കഷ്ടപ്പെടാൻ തയ്യാറായാൽ, വരുന്ന 70 ദിവസം ഒന്ന് പണിയെടുക്കാൻ കഷ്ടപ്പെടാൻ തയ്യാറായാൽ മക്കളെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും. അതിലൊരു സംശയവും വേണ്ട. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ദിവസത്തെ 6 മണിക്കൂറാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും കിട്ടുന്ന 6 മണിക്കൂർ. ആ 6 മണിക്കൂർ നിങ്ങൾക്ക് ഇടാനുണ്ട് എങ്കിൽ ധൈര്യമായി പഠിച്ചു തുടങ്ങിക്കോ. ഇനി ഒരു നിമിഷം പോലും കളയാനില്ല. സിലബസ് നിങ്ങൾക്കറിയാം, പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്കറിയാം, അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. ഞാനപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഓരോ ദിവസവും എന്ത് ചെയ്യണം. ടോപ്പിക്കുകളൊക്കെ ഞാൻ പിന്നെ തരാം, എന്ത് പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ പിന്നെ തരാം. പക്ഷേ ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്തില്ലെങ്കിൽ പാതി വഴിയിൽ നിങ്ങൾക്ക് നിർത്തിപ്പോവേണ്ടി വരും. നിങ്ങളുടെ സമയം, നിങ്ങളുടെ അധ്വാനം ഒക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തും. ഭാവി മനോഹരമാകാൻ, മുന്നോട്ട് ജീവിതം അടിപൊളിയായിട്ട് പോവാൻ മക്കളെ ഒറ്റ കാര്യം ചെയ്യും.
എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു ബാച്ച് ഇന്നാണ് ആരംഭിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ഓറിയന്റേഷനോട് കൂടിയിട്ട് ബാച്ച് ആരംഭിക്കുകയാണ്. 2499 രൂപയാണ് ബാച്ചിന്റെ ഫീ. ആദ്യ ബാച്ച് വളരെ വേഗത്തിൽ ഫില്ലായി, ഇതും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സീറ്റ് കൂടെ ഉള്ളൂ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, SPCID ഈ 3 പരീക്ഷയ്ക്ക് ഒരൊറ്റ ഫീസിൽ ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക് അടക്കം ഈ ബാച്ചിൽ ലഭ്യമാകും. ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ ഇന്ന് വൈകുന്നേരം ഓറിയന്റേഷനോട് തുടങ്ങുകയാണ്. നാളെ രാവിലെ മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 8281223366 ഈ നമ്പറിലേക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് വിളിച്ചാൽ മതി. 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഇല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അടിപൊളിയായിട്ട് പഠിച്ചു പൊക്കോ. മനസ്സിന് ഒറ്റ കാര്യം മാത്രം വിചാരിച്ചാൽ മതി. ജീവിതം മുഴുവൻ സന്തോഷത്തോടെ പോവാൻ കുറച്ച് സമയം മാത്രം, കുറച്ച് നാളുകൾ മാത്രം കഷ്ടപ്പെടാം. ആ കഷ്ടപ്പാടിന് വിലയുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ തന്നിരിക്കും. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് 8281223366 നമ്പറിലോട്ട് വിളിച്ചോടാം. ഇനി സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു ബാച്ചിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് പഠിക്കാൻ, റിവിഷൻ ചെയ്യാൻ, മോക്ക് എക്സാം ചെയ്യാൻ, ഇതിന് 3നും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സൂപ്പർ നോട്ട്സിലാണെങ്കിൽ ഇവിടെ കൃത്യമായ ടോപ്പിക് ക്ലാസ്സുകളുണ്ട്, നിങ്ങളുടെ സമയം കളയാത്ത രീതിയിൽ. റിവിഷൻ ആണെങ്കിൽ ഇവിടെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. മോക്ക് എക്സാമിന് ഇഷ്ടംപോലെ എക്സാമുകളുണ്ട്. മെന്റർഷിപ്പ് സെഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ, അല്ല വേറെ എവിടെയെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഈ കാര്യങ്ങൾ ഉറപ്പ് വരുത്തി പഠിച്ചു തുടങ്ങിക്കോ. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 8281223366 വിളിച്ചോടാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.